അപ്പോൾ ഒരു മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ വൺ ഡയമെൻഷൻ മോഷനിൽ നമുക്ക് എന്തൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത്? 4 കണ്ടന്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ തിരിക്കുന്നത്. 4 കണ്ടന്റ് ആയിട്ട്. ഒന്ന്, യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. നോൺ യൂണിഫോം മോഷന്റെ എല്ലാ ലെവലിലേക്കും നമ്മൾ പോകേണ്ട കാര്യമില്ല. അതായത് പ്ലസ് ടുവിലേക്ക് കയറുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പ്ലസ് ടു ഇമ്മീഡിയറ്റ്ലി ഇറങ്ങിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ നോൺ യൂണിഫോം മോഷന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മൾ പോകരുത്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയുന്ന ആ ഒരൊറ്റ ബൗണ്ടറിന്റെ ഉള്ളിൽ നമ്മൾ കൃത്യമായിട്ട് നിൽക്കണം. അതുപോലെ അതിൽ തന്നെ ഒരു സ്പെഷ്യൽ കേസായ വെർട്ടിക്കൽ മോഷൻ, അത് ഒറ്റക്ക് പഠിക്കാനുള്ള അത്രയും വലിയ ടോപ്പിക് ആയതുകൊണ്ട് വെർട്ടിക്കൽ മോഷൻ ആൻഡ് ഈ പഠിച്ച കാര്യങ്ങളിലൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫുകൾ. ഇത്രയുമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ എന്റെ മക്കൾ നോക്കുക, ഓരോ ടോപ്പിക്സ് ആയിട്ട് നമുക്ക് മെല്ലെ പോവാം. അതിൽ ആദ്യമായിട്ട് നമുക്ക് കുറച്ച്